ടീപ്പോയി അതിൻ്റെ ഫ്രണ്ടിലും സ്റ്റൂളയിൽ ഈ പുൽക്കൂടും വെക്കുന്ന രീതിയിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഒരു പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്ന ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ സാധാ തിനയൊക്കെ ഇടുന്നില്ലേ, അപ്പോൾ അതൊക്കെ വിരിച്ച് സെറ്റാക്കി. ഇനി നമുക്ക് ഇതിൽ റോഡ് വെട്ടണം. അപ്പം ഇതിന് വഴി കാണിക്കും. കുറച്ച് LED ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടണം. അതിനുവേണ്ടി നമ്മൾ രണ്ട് സൈഡിലും, അതായത് പുൽക്കൂടിൻ്റെ രണ്ട് സൈഡിലും ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രിബിൻ്റെ മുകളിൽ, അതായത് പുൽക്കൂടിൻ്റെ മുകളിൽ ഒരു ട്രീ ഉള്ള എല്ലാ രൂപങ്ങളും നമ്മൾ സെറ്റ്. ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എങ്ങനെയാണ് ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചോ? അപ്പം അതിൻ്റെ ക്ഷീണത്തിലൊക്കെയാണോ നിങ്ങളെല്ലാവരും? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ പുൽക്കൂടിൻ്റെ ഒന്ന് വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്താണ് കേട്ടോ. ഒത്തിരി വലിയ വർക്കൊന്നുമല്ല, സാധാ ചെറിയ രീതിയിലാണ് നമ്മളിവിടെ ഉണ്ടാക്കിയേക്കുന്നത്. പുൽക്കൂട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീഡിയോ ആണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ നമുക്ക് സമയമില്ല, എല്ലാം കൂടെ നടക്കുകയില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പുൽക്കൂട്. എങ്ങനെയുണ്ട്? ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ആദ്യം പറയുന്നത് നമ്മുടെ റെഡിമെയ്ഡ് പുൽക്കൂടാണ്. 3-4 കൊല്ലമായിട്ട് ഈ പുൽക്കൂട് തന്നെയാണ് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൻ്റെ മുകളിൽ ഉണ്ണീശോ പുല്ലിങ്ങനെ മേൽക്കൂര പോലെ സെറ്റ് ചെയ്യും. അതാണ് എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത്, അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം നമ്മളങ്ങനെ ചെയ്തു. കാരണം ഈ പ്രാവശ്യം ഉണ്ണീശോ പുല്ല് കുറവായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം നല്ലപോലെ പുല്ലുണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല, ഉണ്ണീശോ പുല്ല് കുറവായിരുന്നു. നമ്മുടെ ആവശ്യത്തിനുള്ള കിട്ടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ മേൽക്കൂരയൊക്കെ സെറ്റ് ചെയ്ത് അകത്ത് ഉണ്ണീശോ പുല്ല് വെച്ചേ. അതിപ്പോൾ അങ്ങനെ ആ പണി കഴിഞ്ഞു. പിന്നെ ഇതിന് ബേസ് വേണമല്ലോ. അതിന് നമ്മൾ ചെയ്തത് ഒരു സ്റ്റൂളും ഒരു ടീപ്പോയും ഉണ്ട്. പഴയ ടീപ്പോയുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ചേർത്ത് വെച്ച് നമ്മൾ കെട്ടി. അതിന് മുകളിൽ ഒരു ഗ്രീൻ കളറുള്ള ഒരു ബെഡ് കവറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിങ്ങനെ വിരിച്ച് സെറ്റാക്കി. അപ്പം അതിൻ്റെ ബേസും ഓക്കെ ആയി. ടീപ്പോയി അതിൻ്റെ ഫ്രണ്ടിലും സ്റ്റൂളയിൽ ഈ പുൽക്കൂടും വെക്കുന്ന രീതിയിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു ഗ്രാസ് മാറ്റ് മേടിച്ചായിരുന്നു. അത് നമ്മൾ ആ ടീപ്പോയിൽ അങ്ങ് വിരിച്ചു. കാരണം ഒരു പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്ന ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ സാധാ തിനയൊക്കെ ഇടുന്നില്ലേ, നമ്മൾ ആദ്യം ചെയ്യുന്നതാണ്. അപ്പം നമുക്കൊന്ന് പരീക്ഷ നോക്കുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു സംഭവം ചെയ്തു. അപ്പോൾ അതൊക്കെ വിരിച്ച് സെറ്റാക്കി. ഇനി നമുക്ക് ഇതിൽ റോഡ് വെട്ടണം. അപ്പം ഇതിന് വഴി കാണിക്കണം. അതിൻ്റെ എളുപ്പപ്പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുറ്റത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൂട്ട് കുറച്ച് മിറ്റെടുത്ത് നമ്മൾ വഴി സെറ്റാക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നാൽക്കവല പോലെ ഒരു ജംഗ്ഷൻ പോലെയാണ് നമ്മൾ വഴി സെറ്റാക്കിയത്, നിങ്ങൾ കാണുന്ന പോലെ. അപ്പോൾ ഇത് തന്നെ ആകുമ്പോൾ ഒരു ഭംഗിയില്ല, നമുക്ക് കുറച്ച് LED ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടണം. അതിനുവേണ്ടി നമ്മൾ രണ്ട് സൈഡിലും, അതായത് പുൽക്കൂടിൻ്റെ രണ്ട് സൈഡിലും ഒരു കമ്പുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ട്രീക്ക് വേണ്ടി വെട്ടിയ പുള്ളിയുടെ കമ്പാണ്. അതിൻ്റെ ഇങ്ങനെ ശിഖരങ്ങൾ പോലെയുള്ള ചെറിയ കമ്പുകളെടുത്ത് നമ്മൾ ചെടിച്ചട്ടിക്കകത്ത് മണ്ണൊക്കെ നിറച്ച് നാട്ടി രണ്ട് സൈഡിലും വെച്ചു. അതിൽ നമ്മൾ LED ലൈറ്റ് ഇട്ടു. അപ്പം അങ്ങനെ അത് ചെയ്തു. അപ്പോൾ ആ സൈഡ് രണ്ട് സൈഡ് അങ്ങനെ വെച്ചു. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും കൂടെ നമ്മൾ ഒരു ചെടിയൊക്കെ വെട്ടി അതിൻ്റെ ചെടിയുടെ കമ്പ് നമ്മൾ ചെടിച്ചട്ടിക്കകത്ത് നിന്ന് നാട്ടി വെച്ചു. ഇതിലും LED ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി. പിന്നെ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രിബിൻ്റെ മുകളിൽ, അതായത് പുൽക്കൂടിൻ്റെ മുകളിൽ ഒരു ട്രീ നമ്മൾ മേടിച്ചൊരു ട്രീ ആണ്, ചെറിയ ട്രീ ആണ്. അത് നമ്മളൊരു സ്റ്റാൻഡിൽ നിർത്തി ഒരു കമ്പയിൽ ഇങ്ങനെ കെട്ടി പുൽക്കൂടിൻ്റെ മുകളിൽ കാണുന്ന പോലെ രീതിയിൽ സെറ്റാക്കി. അതിൽ ലൈറ്റൊക്കെ ഇട്ട് പിന്നെ ഒരു സ്റ്റാറും കൂടെ മുകളിൽ കൊടുത്തു, ചെറിയൊരു സ്റ്റാർ. പിന്നെ ഡെക്കറേഷൻ ബോളൊക്കെ അതിൽ തൂക്കിയിട്ടേ. പിന്നെ ഒരു പഴയൊരു ക്രിസ്മസ് പാപ്പ ഉണ്ടായിരുന്നു. അതിൻ്റെ മുഖവും താടിയൊന്നും ഇല്ല, അത് കൊച്ചൊക്കെ പറിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഇതെല്ലാം അവിടെ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളങ്ങ് എടുത്തു വെച്ചു. അത്ര അലങ്കോലപ്പണികളും ഒക്കെ ചെയ്തു. അലങ്കാരമാണോ അലങ്കോലമാണോ എന്ന് നിങ്ങൾ പറയാം. അപ്പോൾ അത്രയൊക്കെ ചെയ്ത് നമ്മൾ സെറ്റാക്കിയേ. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് എൻ്റെ രൂപങ്ങളാണല്ലോ. അപ്പം ആ രൂപങ്ങളെല്ലാം എടുത്തു വെച്ചു. രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുപിതാവ്, ഉണ്ണീശോ, മാതാവ്, പിന്നെ പുൽക്കൂടിൻ്റെ മുകളിൽ ഒരു മാലാഹയും കൂടെ ഉണ്ട്. പിന്നെ അവിടെ ഒരു LED 0 ബൾബും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 3 പൂജ്യ രാജാക്കന്മാർ, പിന്നെ ആട്ടിടയന്മാർ, പിന്നെ ആടുകൾ വേണം, പിന്നെ പശുവ്, പിന്നെ കഴുത, ഒട്ടകം, അങ്ങനെ ഉള്ള എല്ലാ രൂപങ്ങളും നമ്മൾ സെറ്റാക്കി വെച്ചു കേട്ടോ. ഒത്തിരി സ്പേസ് ഇല്ല, നമ്മൾ ആ ഉള്ള ഇടയിൽ തന്നെ നമ്മൾ എല്ലാവരെയും നിർത്തി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. കാരണം ഇച്ചിരി കൂടെ വലിയ മേശ അല്ലെങ്കിൽ ടീപ്പോയി ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഡിസ്റ്റൻസിൽ വെക്കാൻ പറ്റും. ഇത് അത്ര ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഉള്ള ഇടയ്ക്ക് നമ്മളെല്ലാവരെയും വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം ചെറുതാണെങ്കിലും നമ്മളിതെല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്ക് നല്ല സമയം എടുത്തു കേട്ടോ. കാരണം ഇത് പുൽക്കൂട് ഉണ്ടാക്കുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്നേ. ഒറ്റയ്ക്കും കൂടെ ആണെങ്കിൽ വലിയ പാടായിരിക്കും. അപ്പം ഇതാണ് എൻ്റെ പുൽക്കൂടിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ക്രിസ്മസ് ട്രീയും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. അത് നേരത്തെ സെറ്റാക്കിയതാണ്.
കാരണം ഒരു ഇല്ലിക്കമ്പ് എടുത്ത് ഇലയെല്ലാം കളഞ്ഞ് LED ലൈറ്റൊക്കെ ഇട്ട് പിന്നെ കുറേ തോരണമൊക്കെ ഡെക്കറേഷൻ കാര്യങ്ങളും തോരണമൊക്കെ തൂക്കിയിട്ട് പിന്നെ കുറച്ച് ബലൂണും ഇതിൻ്റെ ബോളെല്ലാം തൂക്കിയിട്ട് അങ്ങനെ ആ ട്രീ സെറ്റാക്കിയേ. നമുക്കിതിൻ്റെ നൈറ്റ് വ്യൂ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം. എന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ പറ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ.